ഹായ് ഹലോ നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് കരുതിയതല്ല. എൻ്റെ ഗതികേടാണെന്ന് വിചാരിച്ചുകൊള്ളൂ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രേക്ഷകരെ എന്നോട് ക്ഷമിക്കുക. ഈ വീഡിയോ ചെയ്യുന്നതിനോട് എനിക്കും ഒരു താല്പര്യമില്ലായിരുന്നു. ഈ ഒരു ഗതികേട് തന്നെയാണ്. ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ നന്നാവുമെന്നും എനിക്കൊരു വിചാരമില്ല. കാര്യം അന്തങ്ങൾ, ടോക്സിക്കായ അന്തങ്ങൾക്ക് എക്കാലവും ആൾക്കാരെ തെറി പറഞ്ഞ് തന്നെ ജീവിക്കണം. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പം നമ്മൾ അവരെ തിരുത്തിയെന്നോ ഒന്നുമല്ല, നമ്മളൊന്ന് പറഞ്ഞു നോക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ലെറ്റ്സ് ചാറ്റ് എന്ന് പറയുന്നൊരു ചാനൽ, അദ്ദേഹം പല പേരിട്ടാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ആണത്വത്തിൽ അല്ലെങ്കിൽ സ്വക്തതയിൽ എനിക്ക് സംശയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നെ, ലെറ്റ്സ് ചാറ്റ് എന്നുള്ള പേര് പറഞ്ഞു തന്നെ എനിക്ക് വിളിക്കാനുള്ള ആർജവമുണ്ട്. കാര്യം എൻ്റെ അണത്വത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന് ഉള്ളിടത്തോളം കാലം അദ്ദേഹം എന്ത് പേരിട്ടോ വിളിക്കട്ടെ. അദ്ദേഹം എന്നെ വിളിക്കുന്ന കഥാകൃത്ത് എന്നാണ്. ശരിയാണ്, ഞാൻ ആദ്യകാലം മുതൽ, ആദ്യകാലം എന്നല്ല, ഈ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് മുതൽ തന്നെ ഞാൻ ഒരുപാട് കഥകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ ഒരു കഥാകൃത്ത് എന്ന് വിളിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ ഒരുപാട് കഥകൾ എഴുതാറുമുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും മറ്റുമൊക്കെ ഒരുപാട് കഥകൾ എഴുതാറുമുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ രീതിയിൽ ഞാൻ കഥകൾ എഴുതുന്നത് അത് കഥകൾ മാത്രമാണ്. അതൊരിക്കലും സത്യമായ കാര്യങ്ങളൊന്നുമല്ല. കഥകളാണ്. അതൊരു ത്രെഡിൻ്റെ പുറത്ത്, എന്തെങ്കിലും ഒരു ത്രെഡിൻ്റെ പുറത്ത് തുടങ്ങുന്ന ഒരു കഥ. ഇപ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഞാൻ ഒരുപാട് കഥ പറഞ്ഞു എന്ന് പറയുന്നു. ഞാൻ കാര്യമായി പറഞ്ഞ കുറേ കാര്യങ്ങളെ കഥയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ കഥയുടെ യാഥാർത്ഥ്യം സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അറിയാം, നിങ്ങൾക്ക് തന്നെ ബോധ്യമായ കാര്യമാണ്. ഇപ്പോൾ പഞ്ചാബ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അന്ന് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ കഥയാണെന്ന്. എന്നാൽ അതിനകത്തൊരു നമ്പർ പോലും ഉണ്ടായിരുന്നു. അതിൽ പോലും വിളിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പോലും അദ്ദേഹത്തിന് തയ്യാറല്ല. കാര്യം അന്ധമാണ്. ഇദ്ദേഹം പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ള ഒരു ന്യായീകരണം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ധമായി ജീവിക്കുക, ഒരാളെ തൂങ്ങി അവരുടെ തോളിൽ താങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് എക്കാലം അങ്ങനെ പോകാൻ തന്നെയായിരിക്കും താല്പര്യവും. മെയിൻ വിഷയം ഇതൊന്നുമല്ല. ഇദ്ദേഹം നമ്മുടെ അമ്മിഞ്ഞ ജോണി, നിങ്ങൾക്ക് അറിയാം, പ്രേക്ഷകർക്കെല്ലാം അമ്മിഞ്ഞ ജോണി എന്ന് പറഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തെ അറിയാവൂ. ഈ അമ്മിഞ്ഞ ജോണി വലിയ മഹാനാണ്. ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്തോ സൽപ്രവൃത്തികളാണെന്ന് രണ്ട് സ്ത്രീകൾ ജനങ്ങൾക്കിടയിൽ പോയിരുന്ന് അമ്മിഞ്ഞ വലുതായിട്ട് വരയ്ക്കുന്ന പെൺകുട്ടികളുടെ പടമൊക്കെ വരയ്ക്കുന്ന ഒരു ഞരമ്പ് രോഗി അമ്മിഞ്ഞ. നിങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹത്തെ അമ്മിഞ്ഞ ജോണി എന്ന് വിളിച്ചത് തന്നെ തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അശ്ലീലമായി സംസാരിച്ചു എന്ന് ആ പെൺകുട്ടി, അശ്ലീലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ടോക്ക് നടത്തിയെന്ന് ആ പെൺകുട്ടി തന്നെ, അതായത് സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞയുമായി ആ പെൺകുട്ടിയുടെ അമ്മിഞ്ഞയെ കമ്പയർ ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നതിൽ നമുക്ക് തന്നെ ഒരു ഉളുപ്പുണ്ട്. അപ്പോൾ ഈ അമ്മിഞ്ഞ ജോണി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തത് ഭയങ്കര മഹാത്മ്യമുള്ള കാര്യമാണെന്നും ഇദ്ദേഹത്തിന് എതിരെ വന്ന ആ പെൺകുട്ടി ഒരു വേശ്യ സ്ത്രീയാണെന്നൊക്കെ ഇവർ ചിത്രീകരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, സ്വന്തം മകൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഈ അമ്മിഞ്ഞ ചോദിച്ച ഈ ജോണി എന്ന് പറയുന്ന ആൾ മഹാനാണ്, അദ്ദേഹം എപ്പോഴും ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം കുറേ ചാനൽ വളർത്താൻ കാരണമായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് സെബാനും വന്നിരുന്ന് പറയുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. സെബാൻ്റെ ചാനലിലൂടെ ആണ് ഞാൻ ഒരു ലൈവിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ എനിക്ക് ചാനലുണ്ട്. എനിക്കൊരു 1000 പേരുള്ള ഒരു 1000 പുറത്ത് പേരുള്ളൊരു ചാനലുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രമുഖരായ 2 യൂട്യൂബേഴ്സ്, വേറെ ആരുമല്ല, സമ്മർ ചേട്ടനും അതേ കണക്ക് രാജേട്ടനും അതേ കണക്ക് ഒരാളും കൂടെ ഉണ്ട്, മൂപ്പൻസ് വ്ലോഗ്. ഈ 3 ചാനലും ഒരു വിഷയത്തിൽ എന്നെ എടുത്ത് വെച്ച് സംസാരിക്കുന്നിടത്ത് ആ കാലത്താണ്. അന്ന് എനിക്ക് എൻ്റെ ചാനലിൽ 3-4 ഷോർട്ട് വീഡിയോസ് മാത്രമേ ഉള്ളായിരുന്നു. അത് ഈ 4th സീസണിൽ ഈ ടോക്സിക് എന്ന് പറയുന്ന രാജാവിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോകളും പിന്നെ കുറേ കമ്മ്യൂണിറ്റി പോസ്റ്റുമായിരുന്നു. ഞാൻ എഴുതിയ കുറച്ച് സ്റ്റോറീസും ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ കുറച്ച് കാര്യങ്ങളും ഒക്കെ വെച്ച് മാത്രം എൻ്റെ ചാനലിൽ 1000 സബ് ഉണ്ടായിരുന്നു. അത് ആർക്കും തർക്കം കാണില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചാനൽ ഇത് ചെയ്യുന്നത്, അതിന് മുമ്പ് തന്നെ ഞാൻ ലോകത്തിൽ ആദ്യമായിട്ടല്ല ലൈവ് ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ പറയുന്ന ടോക്സിക് രാജാവിൻ്റെ പല ലൈവുകളും പോയി ചെയ്തിട്ടുണ്ട്. കാര്യം അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് ഇന്നും അദ്ദേഹത്തിന് വേണ്ടി പലയിടത്തും പോയി കൊടി പിടിക്കുന്നവരറിയാൻ വേണ്ടി അവരവിടെ വെക്കുന്ന ഫ്ലെക്സ് അതുപോലും എൻ്റെ പണം കൊണ്ട് വാങ്ങിയതാണ്. സോ അതൊന്നും നമ്മൾ ഒരു കുറ്റമായിട്ട് പറയുന്നില്ല. സ്നേഹിച്ചിരുന്നു. അദ്ദേഹം മോശമായി പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തന്തയില്ലാത്തരം കാരണം മാത്രം എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. അത് തീട്ട കേസാണെന്നറിയാം. ഒരു കാലത്ത് തീട്ടം വാരിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്നും തീട്ടം വാരണമൊന്നുമില്ല. പിന്നെ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ തെറിയൊക്കെ പറഞ്ഞിരുന്നു, അത് എന്തുകൊണ്ട് ഇത് സൂക്ഷിച്ചില്ല എന്ന്. അത് മയിൽപ്പീലി അല്ല എന്ന് എനിക്കറിയാം. തെറി പറഞ്ഞത് കേൾക്കാൻ യോഗ്യതയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ആ തെറി പറഞ്ഞത്. ആ തെറി പറഞ്ഞതിൽ എനിക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ കാലവും ഒരുപോലെ ജീവിക്കണമെന്നില്ല. എൻ്റെ ചാനലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. എന്നെ തെറി പറയുന്നവരെ, എന്നെ ടോക്സിക്കായിട്ട് ഉപയോഗിച്ചവരൊക്കെ ഞാൻ തെറി പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ തീട്ട കേസുകൾ എടുക്കാറില്ല. എന്നിട്ട് പോലും ഇവരുടെ കണ്ടൻറ്റ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ രസം.
പിന്നെ ഇദ്ദേഹം ഈ ലെറ്റ്സ് ചാറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഈ കുഞ്ഞു കുട്ടികളെ പറയുന്നവർക്ക് വേണ്ടിയാണ് വളരെയേറെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനും ഈ പറയുമെന്ന നിങ്ങളുടെ ടാട്ടറിൻ്റെ അച്ഛനും ഒക്കെയുള്ള വിഷയം അദ്ദേഹവും ഞാനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉപദ്രവം ഉണ്ടായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ വളരെ മോശമായിട്ട് പറഞ്ഞ് പാണ്ഡിച്ച് ഇപ്പോൾ ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ? എന്തിൻ്റെ ബേസിൽ അവർക്ക് എന്ത് ഉപദ്രവം ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറഞ്ഞത്? ഇത് മാത്രമല്ല, ഈ ഷാഹുലിൻ്റെയും അതേ സൈനയുടെയൊക്കെ പൊടി കുഞ്ഞിനെ പറഞ്ഞത് ആരും പൈസ കൊടുത്തിട്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നതിൽ ഇപ്പോഴും വന്നിരുന്ന് കുട്ടികളെ പൊടി കുഞ്ഞുങ്ങളെ പറയുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള ന്യായം പറയുവാണ്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഞാൻ ഇവരുടെ കുട്ടിയെ പറഞ്ഞത്, ഞാൻ ഒരു മനുഷ്യൻ്റെയും ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് ഈ ലെറ്റ്സ് ചാറ്റ് അടക്കം ഏതെങ്കിലും ഒരു ചാനൽ ഒരു എവിഡൻസ് ഇടുവാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ഫേക്ക് കോളികൾ ഇടുന്ന കമൻറ്റും പൊക്കി പിടിച്ചുകൊണ്ട് മാത്രം വരാതിരുന്നാൽ മതി. അതിനൊന്നും ഉത്തരവാദിത്വം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാര്യം പണ്ട് മുതൽ തന്നെ എൻ്റെ ചാനലിൻ്റെ പേരിൽ ഒരുപാട് ഫേക്ക് ഐഡികൾ ഇറക്കി പലയിടത്തും ഇവർ കമൻറ്റ് ഇട്ടിട്ട് എന്നെ തെറി പറയുക എന്നുള്ളൊരു തത്വം ഈ അമ്മിഞ്ഞ ജോണിയുടെ സ്ഥിരം നമ്പറാണ്. പിന്നെ കുഞ്ഞ്, എൻ്റെ വീട്ടിലെ എൻ്റെ പെങ്ങളുടെ കുഞ്ഞിനെ 7 വയസ്സുള്ള ആ പൊടി കുഞ്ഞിന് ഈ അമ്മിഞ്ഞ ജോണി പറഞ്ഞപ്പോഴും ഈ പാണ്ഡിച്ച് പറഞ്ഞപ്പോഴും ഇല്ലാത്ത എന്ത് സ്നേഹമാണ്, അല്ലെങ്കിൽ എന്ത് കുട്ടികളോട് പ്രേമമാണ് ഇപ്പോൾ ലെറ്റ്സ് ചാറ്റ് എന്ന് പറയുന്ന ഈ ചാനൽ കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് മാത്രമല്ല, ഇവർ ചുമക്കുന്ന ഈ കഞ്ഞിപ്പുര അമ്മിണി സർക്കാർ എന്ന് പറയുന്ന ആ സ്വയം ടീച്ചർ എന്ന് പറയുന്ന ആ സ്ത്രീ ഈ ജിനൂസിൻ്റെ കുഞ്ഞിനെ എന്തെല്ലാം അതിശയവും പറഞ്ഞു. അദ്ദേഹം ഒരിക്കലെങ്കിലും ആ കുഞ്ഞിനെ വല്ലതും പറഞ്ഞു? ഇവർ ഈ പാണ്ഡിച്ച് കഴിഞ്ഞ ലൈവിൽ മറ്റുമൊക്കെ പറയുന്നത് കേട്ടു, ജിനൂസാണ് അങ്ങോട്ട് പറഞ്ഞതെന്ന്. ഒരിക്കലുമല്ല. ജിനൂസിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി ഇവർ എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ നമ്പർ ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്താ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു അലിഗേഷൻ അദ്ദേഹത്തിന് എതിരെ ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതിലും ഭേദം അവളുടെ നമ്പർ ചോദിക്കുന്നതിലും ഭേദം, അതും എൻ്റെ ലൈവിലിരുന്നാണ്, CVTയുടെ ലൈവിലിരുന്നൊക്കെയാണ് പറയുന്നത്, എൻ്റെ ലൈവിൽ വന്നിരുന്നാണ് പറയുന്നത്, ഇവളുടെ നമ്പർ ചോദിക്കുന്നതിലും ഭേദം ഞാൻ പോയി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. ഉടനെ ഇവർ ഈ ടീച്ചറിന് സ്വയം വിളിക്കുന്ന ഈ കഞ്ഞിപ്പുര അമ്മിണി സർക്കാർ എന്ന് പറയുന്ന ഈ അമ്മിഞ്ഞ ജോണിയുടെ ഇപ്പോഴത്തെ പ്രണയം, ഈ കാമുകി, ഈ പറയുന്ന ഇവർക്കെതിരെ ഈ ജിനൂസിനെതിരെ ഭയങ്കര മോശമായിട്ട് ആ കുഞ്ഞിനെ പറഞ്ഞുകൊണ്ട് വന്നു. അതിനുശേഷം അദ്ദേഹം വന്ന് തെറി വിളിച്ചത് കഴിഞ്ഞ ദിവസം ഈ എന്താ പറയുന്നത് ഈ അമ്മിഞ്ഞ ജോണി അതെടുത്ത് വെളിയിട്ടിട്ടുള്ളതുമാണ്. അതും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ അമ്മിഞ്ഞ ജോണി എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയുന്ന കുറേ ചാനലുകൾ, പവർ ടാക്ക്, പവർ അത് ഇത് മാടേപ്പോടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചാനലുകളുണ്ട്. ഇദ്ദേഹത്തിനോട് ഭയങ്കര ഫാമിലിയോടുള്ള പ്രേമം കാരണമാണ് ഇദ്ദേഹം നിൽക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു 5ഓളം ചാനൽ ഈ പറയുന്ന ടോക്സിക് രാജാവിൻ്റെ പേരിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എത്രയോ അന്തങ്ങൾ അവിടെ ഇന്ന് തൊഴിലെടുത്ത് തെറി വിളിക്കുന്നുണ്ട്. അവർക്ക് സഹായിക്കാൻ വേണ്ടി ഒരു ചാനൽ അവർക്ക് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് എല്ലാം നിന്ന് പണം ഉണ്ടാക്കുന്ന അയാൾ തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഫാമിലി പ്രേമമാണ്. പിന്നെ ഇവർ ആദ്യം മുതൽ ഈ പറയുന്ന ആൾക്കാരെ എല്ലാവരെയും യൂട്യൂബ് ചാനലുകളെയൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യ കേട്ടോ. ഒരു ഡിസംബറിൻ്റെ വൈകുന്നേരം ആദ്യത്തെ എല്ലാ വിഷയങ്ങളും കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു, അദ്ദേഹം എല്ലാം നെഗറ്റീവ് ആയതിനു ശേഷം ഒരു ഡിസംബറിലാണ് ഈ പറയുന്ന പവർ എന്ന് പറയുന്ന ജോണി ഒരു ദുബായിൽ ഒരു ഫംഗ്ഷൻ വെച്ചാണ് ഒരു ലൈവ് എടുക്കുന്നു. അന്ന് റീച്ചുണ്ടെന്ന് കണ്ട് വന്ന ഒരാളാണ് ഇദ്ദേഹം. ഇതിന് മുമ്പ് ദിലീപിനെയും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സ്ത്രീകളെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ദിലീപിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ഏകദേശം ഈ ടോക്സിക് രാജാവിൻ്റെ അവസ്ഥ ഏകദേശം അത് തന്നെയാണ്. കട്ടായം പടം മടങ്ങിയ ഒരു അവസ്ഥയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 50,000, അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ വരാൻ നേരത്തെ ഒരു 50,000 പോലും കവർ ചെയ്യാൻ പറ്റാത്ത അത്ര ദാരിദ്ര്യ അവസ്ഥയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. അതായത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നമ്മളിനി വായിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഞാനൊക്കെ ഇല്ലാതായി പോയെന്ന്. ഞാനൊക്കെ എവിടെ തുടങ്ങി അവിടെ തന്നെ നിൽപ്പുണ്ട്. ശരിയാണ്, ഞാനീ പറയുമ്പോൾ ഒരു വലിയ വീട് വെച്ചിട്ടില്ല, വലിയ ബംഗ്ലാവ് വെച്ചിട്ടില്ല, എനിക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല. പക്ഷേ നേട്ടങ്ങൾ ഉണ്ടായിരുന്നവരെവിടെയാണ്? ഇപ്പം കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിൽ പോയി ക്യാമറ പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ വ്ളോഗിന് ഇത് നിൽക്കേണ്ട അവസ്ഥ വന്ന ഒരു വ്യക്തിയാണ് അവർ. അപ്പോൾ ആ വ്യക്തിയെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. അദ്ദേഹം എവിടെയോ നിന്ന ഒരാൾ ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് തരം താണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം കാറ് നിലനിർത്താൻ വേണ്ടി ഇപ്പം കെട്ടാൻ പോകുന്ന പെണ്ണ് പണം കൊടുത്തിട്ട് അവൾ വാങ്ങി അവളുടെ കാറാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഔദാര്യമായിട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു ഗതികേടിലേക്ക് മാറിയ 2 വർഷത്തിനകം കെട്ടണമെന്ന് പറഞ്ഞിട്ട് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന വ്ളോഗറായിട്ട് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഈ പെറ്റിനെ പോലെ ഒരു റൂമിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്കൊന്നുമില്ല. എൻ്റെ ചെറിയ വീടാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ പറയുമാതിരി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, നിങ്ങൾ പറയുമാതിരി സർക്കാർ പണിഞ്ഞ് തന്ന വീടാണെങ്കിൽ പോലും ഞാൻ അന്തസ്സായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലും എനിക്കൊരു കുറവില്ല. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു, എനിക്കെതിരെ നിങ്ങളുണ്ടാക്കിയ കഥകൾക്കൊപ്പം അത്ര തന്നെ വലിയ കഥകളൊന്നും ആർക്കെതിരെ ഉണ്ടാക്കിയിട്ടില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റ്സ് ടാൾക്ക് എന്ന് പറയുന്ന അനു എന്ന് പറയുന്ന സിസ്റ്റർ, അവരുടെ പേര് അനു എന്നാന്ന് പോലും ഞാൻ ഈ അടുത്ത കാലത്താണ് അറിയുന്നത്.
അവർ ഞാനുമായിട്ട് അവിഹിതമാണെന്നാണ് ഇവർ പറയുന്നത്. അത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്ന് വരെ കമൻറ്റ് ബോക്സിനപ്പുറം ഈ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ഒരുപാട് ഞാൻ ഇവരെ വഴക്ക് പറയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇവർ എങ്ങനെ ഇരിക്കുവാണെന്ന് ഇവരുടെ ഫോട്ടോ ഈ അടുത്ത കാലത്ത് ഇട്ടു എന്നൊക്കെ പറയുന്നു. അതുപോലെ ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കേസ്. അപ്പോൾ അതൊക്കെ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന ഒരു വിവരം വെച്ച് എനിക്കറിയാം. ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയുടെ മാല മൂട്ടിച്ചു. എന്ത് എവിഡൻസിൻ്റെ പുറത്താണ് പറഞ്ഞത്? എൻ്റെ അമ്മ വന്ന് ലൈവിൽ പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞല്ലോ. അപ്പം വെറുതെ ആ തള്ളയുടെ വായിരിക്കുന്ന വരെ ഈ അമ്മിഞ്ഞ ജോണി കേട്ടു. ഇതിനപ്പം പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഏതോ പോലീസുകാരൻ പറഞ്ഞു ഞാൻ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പോലീസുകാരൻ്റെ മൊഴി നിങ്ങൾ എടുത്തുകൊണ്ട് പോകാം, നിങ്ങളത് പരസ്യപ്പെടുത്തിക്കൂ, അങ്ങനൊരു എവിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ലീഗലായിട്ട് ആ പോലീസുകാരനൊപ്പം അല്ലെങ്കിൽ പുറകെ പോകാമല്ലോ. എന്തുകൊണ്ടത് ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചില്ല? എനിക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളും പറഞ്ഞു. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ജനമൈത്രി നല്ലതായിരിക്കും, ഇവർ വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. കഴിഞ്ഞ കാലത്ത് ഈ ലെറ്റ്സ് ചാറ്റും ലെറ്റ്സ് ടാൾക്കും ഒക്കെ എല്ലാം കണക്കാണ്. ഇവരൊക്കെ ഒരടിസ്ഥാനമില്ലാതെ എനിക്കെതിരെ എന്തോ ഞാൻ വോയിസ് കച്ചവടം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തുന്നി ചേർത്ത ഓഡിയോയുടെ പിൻബലത്തിൽ എന്തെല്ലാം വായി വരുന്ന പറഞ്ഞു. എന്താ അധികാരം? അതിൻ്റെ പേരിൽ എനിക്ക് കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കെതിരെ ആകെ ഒരു കേസെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ടോക്സിക് രാജാവിൻ്റെ തള്ളയ്ക്ക് വിളിച്ചു എന്നുള്ളൊരു കുറ്റമാണ്. അതും ഈ പറയുന്ന അമ്മിഞ്ഞ ജോണി പ്രേരിപ്പിച്ചു. അമ്മിഞ്ഞ ജോണി എൻ്റെ അമ്മയ്ക്ക് ഓന്തിനെ കയറ്റിയും ഈ പറയുമാതിരി അരണയെ കയറ്റി എലിയെ കയറ്റിയൊക്കെയാണ് ഞാൻ ഉണ്ടായത് എന്ന് പറഞ്ഞ് എൻ്റെ രോക്ഷാകുലകനായിട്ട് എൻ്റെ അമ്മ എൻ്റെ ബ്ലഡിൽ തുടങ്ങുമ്പോൾ അതെനിക്കൊരു ഇത് തന്നെയാണ്. ഇതിനകത്ത് അദ്ദേഹത്തെയും പറഞ്ഞു ഇത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലും പറഞ്ഞു. അതൊന്നും ഞാൻ ഒരു കാലത്ത് ന്യായീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ജോണിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമാണ്. അത് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ആ കാര്യത്തിൽ. പിന്നെ ഒരു കുട്ടി എങ്ങനെ ജനിക്കുമെന്ന് പോലും അടിസ്ഥാനപരമായിട്ട് അറിയാതെ എന്താ പറയുന്നത്, ഓന്തു അരണയൊക്കെ ഇങ്ങനെ കയറ്റിവിട്ട കുട്ടി ജനിക്കുമെന്ന് പറയുന്ന ആ വലിയ മനുഷ്യനായ അമ്മിഞ്ഞ ജോണിയുടെ ആ ഒരു തലത്തിലേക്ക് വളർന്ന ലെറ്റ്സ് ടാൾക്ക് കണക്കുള്ളൊരു ചാനൽ, അല്ലെങ്കിൽ ലെറ്റ്സ് ചാറ്റ് കണക്കുള്ളൊരു ചാനലിൻ്റെ അത്ര അതമ്പതിച്ചൊന്നും ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കുഞ്ഞുങ്ങളെ പറയുന്നു എന്ന് പറയുന്നത് ഈ CVT എന്ന് പറയുന്ന ചീത്ത വിളിക്കാത്ത തമ്പുരാൻ എന്ന് പറയുന്ന ചാനലിൽ ജയദേവൻ ചേട്ടൻ്റെ മകളെ ചേർത്ത് പോസ്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ലോഡ് പുട്ടിയും അതിനൊപ്പം ചുണ്ടിൽ ചായവും തേച്ച് വന്നിരിക്കുന്ന ഈ മുക്കമ്മായി വന്നിരുന്ന ഡെയിലി ന്യായം അടിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയല്ലേ? സ്വാഭാവികമായിട്ടും കേരള മണ്ണിൽ ജനിച്ച എല്ലാവർക്കും ചേട്ടൻ്റെ മകളെന്ന് പറഞ്ഞാൽ സ്വന്തം മകളാണ്, സിസ്റ്ററിൻ്റെ മകളെന്ന് പറഞ്ഞാലും സ്വന്തം മകളാണ്. ഇനി തമിഴ്നാട്ടിൽ അമ്മാവൻ എന്നൊക്കെ പറയാനൊക്കെ ഇട്ടയൊക്കെ ചെയ്യും, മാമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് തമിഴ്നാട്ടുകാരിയൊക്കെ അത് കുഴപ്പമില്ല, പാണ്ഡിച്ചി അത് പറയുന്നതിലേക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ മലയാളികളെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ എങ്ങനെയാണ്? അതുമാത്രമല്ല, ഇദ്ദേഹം ഓസ്ട്രേലിയ പോകുന്നത് ഈ കൊച്ചിനെ തുണി മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. 5 വയസ്സുള്ളൊരു കുട്ടിയെ ഒളിഞ്ഞു നോക്കി. ഇപ്പോൾ ആ കുട്ടിക്ക് 12 വയസ്സുണ്ട്. 7 വർഷം മുമ്പ് ഇദ്ദേഹം ഈ പറയുന്ന ഓസ്ട്രേലിയയിലേക്ക് ജോലി ചെയ്യുകയാണ്. അപ്പോൾ 7 വർഷത്തിന് മുമ്പ് ഇദ്ദേഹം അത് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് അന്ന് 5 വയസ്സുണ്ട്. 5 വയസ്സുള്ള കുട്ടിയുടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ എന്ത് കണ്ടു എന്നാണ് നിങ്ങൾക്ക് പറയുന്നത്? അത് നിങ്ങളുടെ 5 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ കുളിപ്പിക്കാറില്ലേ? ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ഞരമ്പ് കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ലെറ്റ്സെങ്കിൽ എനിക്കതിനകത്തൊന്നും പറയാനില്ല. അങ്ങനെ കുളിപ്പിക്കും, അതാണ് സ്വാഭാവികമായിട്ടും മനസാക്ഷി അല്ലെങ്കിൽ മനസ്സുള്ള എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി കണ്ട എന്ത് വികാരമാണ് ഇദ്ദേഹത്തിന് തോന്നിയെന്നാണ് നിങ്ങൾക്ക് തോന്നിയത്? അത് നിങ്ങളുടെയൊക്കെ മാത്രം മനസ്സിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ആ കുട്ടിയെ സ്വന്തം മകളെ കണക്ക് കാണുന്ന ആ കുട്ടിയെ പറയുമ്പോൾ അദ്ദേഹത്തിന് നോവും അദ്ദേഹം തിരിച്ച് പറഞ്ഞു കാണും. അതൊരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവനവൻ്റെ രക്തത്തിൽ തൊടുമ്പോൾ അവനവന് വിദ്വേഷം ഉണ്ടാവും, ദേഷ്യം വരും. എന്നിരുന്നാൽ പോലും എൻ്റെ വീട്ടിലെ കുഞ്ഞിനെ പറഞ്ഞിട്ട് പോലും ഞാൻ ഇവരുടെ ആരെയും വീട്ടിലെ കുഞ്ഞിനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എവിഡൻസ് ആയിട്ട് വെക്കാവുന്ന കാര്യമാണ്. ഇന്നും നിങ്ങൾ വിമർശിക്കാൻ നേരത്ത് എൻ്റെ പേരെടുത്തിട്ട് കഥ പിണഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളടക്കമുള്ള ചാനലുകൾ, നിങ്ങളടക്കം ഉള്ള പല ചാനലുകളും എൻ്റെ ചാനലിൽ വന്നപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങളെ ഞാനാണ് വളർത്തിക്കൊണ്ടുവന്നതെന്നും പറയുന്നില്ല. അങ്ങനൊന്നും പറയാൻ ആരും പറ്റത്തില്ല. കാര്യം നിങ്ങൾ വീഡിയോ ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോയും വളരൂ. അല്ലാതെ ഈ അമ്മിഞ്ഞ ജോണി പറയുന്ന കൽപ്പത്തരം ഞാൻ എന്തായാലും പറയില്ല. എൻ്റെ ചാനലാണ് പ്രൊമോട്ട് ചെയ്തേ എന്നുള്ള രീതിയിലൊന്നും അങ്ങനെയൊന്നും ആരും എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിൽ നിന്നാണ് തുടങ്ങിയത്. ആരും പ്രൊമോട്ട് ചെയ്തിട്ടൊന്നും അല്ല തുടങ്ങുന്നത്. പ്രൊമോട്ട് ചെയ്താൽ വളരുന്നതുമല്ല. നമ്മുടെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ വളരൂ എന്നുള്ള കാര്യം അടിസ്ഥാനപരമായിട്ട് ഈ അമ്മിഞ്ഞ ജോണിയുടെ 4, 10, 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന അമ്മിഞ്ഞ ജോണിയുടെ ചാനലും എൻ്റെ ചാനലും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ലെറ്റ്സിൻ്റെ ചാനലും അമ്മിഞ്ഞ ജോണിയുടെ ചാനലും വെച്ച് നോക്കിയാൽ പോലും ആ നിലവാരം മനസ്സിലാവുന്നത് തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും ഇല്ല. കാര്യം ഇത് തീട്ട കേസാണെന്ന് എനിക്കറിയാം. നിങ്ങളൊന്നും ഒരു കാലത്തും നന്നാവില്ലെന്നും അറിയാം. നിങ്ങൾക്ക് എക്കാലവും മറ്റുള്ളവരെ തെറി പറഞ്ഞ് ആ ഒരു റീച്ചിൻ്റെ പുറത്ത് ഇങ്ങനെ മുന്നോട്ട് പോകണം. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ
എന്താ പറയുന്നത് ഏതോ ടീച്ചറാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സ്ത്രീയുടെയും കൂടെ വില കളയുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഈ കഞ്ഞിപ്പരയിൽ ജോലി ചെയ്തിട്ട് ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ തരത്തിലുള്ള ടീച്ചറാണെങ്കിൽ ഞാൻ അവരെ നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കുട്ടികളെ പറയുന്നു എന്ന് പറയുന്നവർ ഇവരെല്ലാവരും കുഞ്ഞുങ്ങളെയാണ് ഇപ്പോഴും അധിക്ഷേപിക്കുന്നത്. പറയുന്നത് എന്താണ്, എൻ്റെ കുഞ്ഞിനെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞു എന്ന്. എടോ, ആര് പറഞ്ഞാലും എന്തായാലും കുഞ്ഞുങ്ങളെ പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഇപ്പോഴും അവരവിടെ ഇരുന്ന് പോസ്കോ എന്ന് പറയുന്നതും ഒരു കുഞ്ഞിനെയാണ്. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രത്തോളം അവമാനിക്കപ്പെടുന്നത്? അത് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം. അത് ഈ പറയുന്ന കണക്ക് അന്തങ്ങൾക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാനും ഒക്കത്തില്ല. സോ എന്താ പറയുക, ഇതൊക്കെ ഒരു മാനസിക അവസ്ഥയാണ്. എക്കാലവും വല്ലവൻ്റെയും പാവാട തുമ്പിൽ തൂങ്ങി ഇങ്ങനെ ആടുക എന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് മാറുക എന്നുള്ളത്, സ്വന്തമായൊരു ഐഡൻറ്റിറ്റി വേണം എന്ന് തോന്നാത്തത് എന്താ പറയുന്നത്, അതൊരു മറ്റുള്ളവരുടെ കുറവായിട്ടൊന്നും കാണരുത്. അത് നിങ്ങളുടെ ഒരു കുറവ് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം നിങ്ങൾ എന്താ പറയുന്നത് ഈ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് വരികയും നല്ലൊരു വലിയൊരു ചാനലായിട്ട് നിങ്ങൾ ഉയർന്നു വരികയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ചാനലിൽ സംസാരത്തിനും നിങ്ങളുടെ രീതിക്കുമൊക്കെ നല്ല ഒരു ഇതുണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നത് പോലും, ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് പോലും. സോ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്യുക, അത്രമാത്രമേ എനിക്ക് പറയുള്ളൂ. പിന്നെ ന്യായീകരിക്കുന്നതിന് മുമ്പ് ഈ അനുവിനെയൊക്കെ തെറി വിളിച്ചതിന് ഏതെല്ലാം രീതിയിലാണ് അനു പറഞ്ഞു, അതുകൊണ്ട് തിരിച്ച് തെറി വിളിച്ചു. എത്ര വിശാലമായ ചിന്താഗതിയാണെന്ന് ലഘൂകരിച്ച് പറഞ്ഞല്ലോ. എന്ത് സ്നേഹമാണ് നിങ്ങളൊക്കെ പരസ്പരം കാണിച്ചത്. ഫാമിലി എന്ന് വിളിച്ചുകൊണ്ട്, ഇന്ന് ഫാമിലി എന്ന് വിളിക്കുന്നു, നാളെ തള്ളക്കി വിളിക്കുന്നു. ഇതല്ലേ അതിൻ്റെ രീതി? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കോട്ടോ. ഞാൻ തെറി വിളിക്കില്ല. സോ അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഓക്കെ, താങ്ക് യു.